പാകിസ്ഥാൻ പ്രതിഷേധ ജ്വാലയിൽ കത്തുകയാണ്. മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നേതാവുമായ ഇമ്രാൻഖാന്റെ ജയിൽ മോചനത്തിനായാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ മുറവിളി. പ്രതിഷേധത്തിൽ ഇതുവരെ 2 പോലീസുകാരടക്കം 6 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2 പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയും 30 പ്രതിഷേധക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അടുത്തിടെ ജയിൽ മോചിതയായ ഇമ്രാന്റെ ഭാര്യ ബുഷ്ര ബീവിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. ഞായറാഴ്ച ആരംഭിച്ച പ്രതിഷേധം തിങ്കളാഴ്ചയോടെ രൂക്ഷമായിരുന്നു. ഇതിന് പിന്നാലെയാണ് അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇമ്രാൻ അനുകൂലികൾ വമ്പൻ റാലി പ്രഖ്യാപിച്ചതോടെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സർക്കാർ സുരക്ഷാ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. ഇസ്ലാമാബാദിലേക്കുള്ള പ്രധാന ഹൈവേകൾ ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് അടച്ചു. കണ്ടെയ്നറുകൾക്ക് മുകളിലെ തുണികളും മറ്റും ഇന്നലെ രാത്രി ഇമ്രാൻ അനുകൂലികൾ തീവെച്ച് നശിപ്പിച്ചു. 1200-ലേറെ PTI അംഗങ്ങൾ ഇന്നലെ അറസ്റ്റിലായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പലയിടങ്ങളിലും കണ്ണീർ വാതകം അടക്കം പ്രയോഗിച്ചു. സുരക്ഷാ സേനയ്ക്ക് നേരെ പ്രതിഷേധക്കാരും കല്ലെറിയുകയും വലിയ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. അതേസമയം PTI അംഗങ്ങൾ ബോധപൂർവം സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും പലരും സ്വമേധയാ അറസ്റ്റിന് മുന്നോട്ട് വരികയാണെന്നും സർക്കാർ പ്രതികരിച്ചു. എന്നാൽ പ്രതിഷേധങ്ങളെ പാക് ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തുകയാണെന്നാണ് PTIയുടെ ആരോപണം. എന്തായാലും പ്രതിഷേധത്തിൽ 100ഓളം പേർക്ക് പരിക്കുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് സർക്കാർ ഇസ്ലാമാബാദിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധമുണ്ടായാൽ വെടിവെക്കാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ആയിരക്കണക്കിന് പോലീസ്, പാരാമിലിറ്ററി ഉദ്യോഗസ്ഥരെ അധികം വിന്യസിച്ചു. ഇസ്ലാമാബാദിൽ കൂട്ടം ചേരലുകൾ നിരോധിച്ചു. പ്രദേശത്തെ മൊബൈൽ ഇന്റർനെറ്റ് സേവനവും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെയും റാവൽപിണ്ടിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും നൽകിയിട്ടുണ്ട്. പാർലമെന്റ്, സർക്കാർ ഓഫീസുകൾ, വിവിധ രാജ്യങ്ങളുടെ എംബസികൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഇസ്ലാമാബാദിലെ റെഡ് സോണിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇമ്രാൻ അനുകൂലികളുടെ നീക്കം. 100-ൽ പരം കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് 1 വർഷത്തിലേറെയായി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്ററുമായ ഇമ്രാൻഖാൻ ജയിലിലാണ്. അദ്ദേഹം തന്നെയാണ് തന്റെ മോചനത്തിനായും ജുഡീഷ്യറിയുടെ തെറ്റായ സമീപനങ്ങൾക്കെതിരെയും പ്രതിഷേധിക്കാൻ ഇസ്ലാമാബാദിലെ തെരുവുകളിലേക്ക് ഇറങ്ങാൻ അണികളോട് ആവശ്യപ്പെട്ടത്. പാകിസ്ഥാൻ ഭരണഘടനയിലുള്ള സമീപകാല മാറ്റങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും അദ്ദേഹം അനുയായികളോട് ആവശ്യപ്പെട്ടിരുന്നു. തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി സൈന്യവും ഭരണപക്ഷവും നടത്തിയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് തന്റെ പേരിലുള്ള കുറ്റങ്ങളെന്ന് ഇമ്രാൻഖാൻ ആരോപിക്കുന്നു. ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ കൃത്രിമം നടന്നതായി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് സ്വതന്ത്രമായി മത്സരിച്ച് ഭൂരിപക്ഷം നേടിയെങ്കിലും അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയ നീക്കത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. അതിനാൽ തന്നെ നീതിയുക്തമായ തെരഞ്ഞെടുപ്പുകൾ വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സംഘർഷത്തിന് അയവ് വരുത്താൻ പാകിസ്ഥാൻ UAEയുടെ സഹായം തേടിയെന്നാണ് പുതിയ സൂചന. തങ്ങളുടെ സൈന്യവും മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും തമ്മിലുള്ള സംഘർഷം നിയന്ത്രണത്തിലാക്കാൻ UAE ഇടപെടണമെന്ന് പാകിസ്ഥാൻ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ആവശ്യപ്പെട്ടതായി പാകിസ്ഥാൻ വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാൻ കരസേനാ മേധാവിക്കെതിരായ ജനവിരുദ്ധ വികാരം കാരണം ഇടപെടാൻ UAE നേരത്തെ വിസമ്മതിച്ചിരുന്നു. ഇപ്പോൾ UAEയോട് മധ്യസ്ഥത വഹിക്കാൻ സമീപിച്ചെന്ന് ഇമ്രാൻഖാന്റെ അടുത്ത സഹായി ഡോക്ടർ സൽമാൻ അഹമ്മദ് CNN News 18നോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ISI പ്രതിനിധി സംഘം UAEയിൽ ഉണ്ടായിരുന്നുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീറുമായി സഹകരിക്കാൻ താൽപ്പര്യമില്ലെന്ന് തന്നെ UAE വീണ്ടും അറിയിച്ചതായി തന്നെയാണ് സൂചന. അസിം മുനീറിനെതിരെ പാകിസ്ഥാനിലും സൈന്യത്തിനുള്ളിലും ജനപ്രീതി ഇല്ലാത്തത് കാരണമാണ് UAEയുടെ ഈ നിലപാട്. പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് പാർട്ടിയും സൈനിക ഭരണവും പാകിസ്ഥാനെ എല്ലാ മേഖലകളിലും പരാജയപ്പെടുത്തിയതായി UAEയും സൗദി അറേബ്യയും കരുതുന്നു. അതേസമയം ഇമ്രാൻഖാന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അദ്ദേഹത്തെ കൊല്ലാൻ പാകിസ്ഥാൻ സൈന്യം ആഗ്രഹിക്കുന്നുവെന്നും ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്.